ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട്. ഇതെന്തെങ്കിലും ഉപയോഗത്തിൽ കൊള്ളാവോ എന്ന് നോക്കാം. ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഇതുകൊണ്ടൊരു കാർ സ്റ്റീരിയോ തന്നെ അങ്ങ് ഉണ്ടാക്കിയാലോ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇത് നല്ലപോലെ കഴുകിയിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ കഴുകി തോർത്തിയെടുക്കണം. ഇതിൽ അഴുക്കൊക്കെ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താവും, അത് അതിലൊട്ടി പിടിച്ചാൽ പിന്നെ അതിന് റിമൂവ് ആവില്ല. അതുകൊണ്ട് നല്ലവണ്ണം ക്ലീനാക്കണം. ക്ലീനാക്കി എല്ലാം വൃത്തിയായി ഇത് വെള്ളമൊക്കെ എല്ലാം തുടച്ച് ശരിയാക്കും. ഇനി ഇത് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ടൈൽസ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വയ്ക്കുക. ഞാനിപ്പോൾ ഇത് അടുപ്പിൻ്റെ മുകളിലാണ് വെക്കുന്നത്. വിറകൊക്കെ തരുന്ന അടുപ്പിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു ടൈൽസ് മതി, അല്ലെന്നുണ്ടെങ്കിൽ 2 ടൈൽസ് വേണ്ടി വരും. ഇത് തീയിൽ മുട്ടാതെ സൂക്ഷിക്കണം. തീയിൽ മുട്ടിയാൽ ഇത് ഉരുകി പോകും. എന്താവും, നമ്മൾ ഉപയോഗത്തിന് പറ്റില്ല. ഇതുപോലെ വെച്ചാൽ മതി. നല്ലപോലെ നിറച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇത് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടി. കാർ സ്റ്റീരിയോയുടെ വീതി വരുന്നത് 12 സെൻറ്റിമീറ്ററാണ്. എല്ലാം ഒരളവായിരിക്കും. നീളം വരുന്നത് 18 സെൻറ്റിമീറ്റർ, വീതി 12. പിന്നെ ഹൈറ്റാണ് 5 സെൻറ്റിമീറ്റർ. ഈ ഷീറ്റുകളൊക്കെ കട്ട് ചെയ്യണം. ഇത് പിന്നെ നീളം തന്നെ 18 സെൻറ്റിമീറ്റർ. മൊത്തം 7 പീസാണ്. 8 പീസ് വരുന്നുണ്ട്. ഇത് 2 വലിയ പീസ്, 2 നീളത്തിലുള്ള പീസ് ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. വീതിക്കുള്ള പീസ് 2 എണ്ണം. ഇത് വിറ്റിയേക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഹോൾസ് ഇടുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഹാർഡ്വെയർസിൽ ചോദിച്ചാൽ ചെറിയ ആക്സോ ബ്ലേഡ് കിട്ടും. ചെറിയ ആക്സോ ബ്ലേഡ് തീരെ വീതി ഉണ്ടാവില്ല, നീളം ഉണ്ടാവില്ല. അതിന് 2 തലക്കൽ 2 കമ്പി ഉണ്ടാവും. കൈമേൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തല കുറച്ച് പൊട്ടിച്ചു ഇതിനകത്ത് കയറ്റാൻ കഴിയും. അതുപോലെ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ വരച്ച വരയുടെ സെൻട്രലായിട്ട് ഇത് നമ്മൾ കയറ്റി കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് ഇത് കട്ട് ആക്കി എടുക്കാൻ കഴിയും. സെൻട്രലായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. ഇത് നമ്മളിവിടെ സൂപ്പർ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ പശയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഒട്ടിച്ചാൽ നല്ലപോലെ ഒട്ടുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ ചെരിവൊന്നും കൂടാതെ വേണം ഒട്ടിക്കാൻ. എല്ലാപോലെ വെച്ചിട്ട് ചെരിഞ്ഞാൽ നമ്മൾ ബോക്സ് ശരിയാവില്ല. ഈ തലക്ക് 2 അറ്റത്തും കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ചെരിവുണ്ടോ എന്ന് നോക്കണം. ചെരിവില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ നല്ലപോലെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉള്ളതാണ് ആദ്യം ഒട്ടിക്കുന്നത്, വീതിക്കുള്ളത്.
ഇതുപോലെ ഷീറ്റ് എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഏറെക്കുറെയൊക്കെ നമ്മുടെ ബോക്സിൻ്റെ പണി അവസാനിക്കാറായി. ഇവിടെ രണ്ട് പീസ് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. അത് ഇവിടെ നല്ല ബലം കിട്ടാൻ നമ്മൾ ഈ USB കാർഡും മറ്റും മറിച്ചൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇത് അകത്തോട്ട് തള്ളിപ്പോകാതിരിക്കാൻ. ഇനി നമുക്കിതുപോലെ 4 പീസ് വേണം. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലെ ബോഡി സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ ഇങ്ങനെ ഒട്ടിക്കുക, നന്നായി ഒട്ടിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി മൂടി വെച്ച് നോക്കാം. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിൽ സ്ക്രൂ ചെയ്യാൻ ചെറിയ ഹോളിട്ടിട്ട് സ്ക്രൂ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ കാർ സ്റ്റീരിയോ ഫിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള അകത്തോട്ട് തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് 6 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ വീതിയും 19 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ മുകളിൽ ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിലൊക്കെ ആൾറെഡിയായിട്ടുള്ള ഹോൾസിൽ ഇത് ഫിറ്റാക്കാൻ കഴിയുള്ളൂ. വീട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നേരത്തെ ചെയ്ത് തന്നെ മതി. ഇത് ഒട്ടിച്ചാൽ നല്ല ഇനി ഒരു കാർ സ്റ്റീരിയോ എങ്ങനെ ഉപയോഗിക്കുക, അതിൻ്റെ വയറിങ് എങ്ങനെയൊക്കെയാണ് എല്ലാം അടുത്ത വീഡിയോയിൽ വ്യക്തമാവും. ഇതിൻ്റെ 2ാം ഭാഗം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.